ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ്, കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഏതൊക്കെ ഫീലിങ്സിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ് ചെയ്യുക. ആൻഡ് ഇത് ജനറൽ റീഡിംഗ് ആണ് ആൻഡ് ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പം മുതൽ നിങ്ങൾക്കത് വാലിഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. Current feelings of your person, current feelings of your person, current feelings of your person. Okay. അവരിപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഇമോഷണലി സ്റ്റക്ക്ഡ് ആണ്. ഇതെന്താടോ, നിങ്ങളുടെ വ്യക്തികളെല്ലാവരും തന്നെ എപ്പോഴും ഇമോഷണലി സ്റ്റക്കായിട്ടിരിക്കുന്നത്, ഭയങ്കര സ്റ്റക്ക്ഡ്, ഇമോഷണലി ഒരു ട്രാപ്പിൽ പെട്ടൊരവസ്ഥ, പുറത്ത് കടക്കാൻ പറ്റാത്തൊരു സ്റ്റക്ക്നെസ്, എങ്ങനെയാണ് ഇതിൽ നിന്നും കവർ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ. അവരുടെ മനസ്സിൽ നിങ്ങളുടെ ഓർമ്മകളാണ് വല്ലാതെ അവരെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഓരോ മെമ്മറീസ് നിങ്ങൾ കൊടുത്തിട്ടുള്ള എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ആയിരിക്കും, അത് നോക്കിയിരുന്ന് കരയുന്ന അവസ്ഥ. ഈവൻ ബോയ്സ് ആണെങ്കിൽ കൂടി, ജെൻസ് ആണെങ്കിൽ കൂടെയും ഇങ്ങനെ ഇരുന്ന് മോങ്ങുന്ന ഒരു സിറ്റുവേഷനെ കാണുന്നത്. ആണുങ്ങളൊന്നും ഇങ്ങനെ കരയുന്ന എനിക്ക് തോന്നും, പക്ഷെ അങ്ങനെ ഇരുന്ന് കരഞ്ഞ് പൊളിക്കുന്ന ഒരവസ്ഥയൊക്കെ കാണുന്നുണ്ട്. ലേഡീസ് അതിലും അപ്പുറമാണ്. ലേഡീസ് പിന്നെ പൊതുവേ കരയുന്ന ഒരാളുകളാണെന്ന് നമുക്ക് ഫുള്ള് ഒരു മിത്തുണ്ടല്ലോ. പക്ഷേ ജെൻസ് മൊത്തം ഒരു ഇമോഷണലി വീക്കായിട്ട് കിടന്ന് ഉഴന്ന് കരയുന്നൊരവസ്ഥ. അവരുടെ വർക്ക് പോലും അവർക്ക് മുന്നോട്ട് സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ. നിങ്ങളെ ആലോചിച്ചിട്ടാണ് അവരുടെ കരച്ചിൽ മുഴുവൻ. നിങ്ങളുടെ ഓർമ്മകളാണ് അവരെ മുന്നോട്ട് നയിക്കാൻ പറ്റാത്തത്. അവരുടെ ഹൃദയം വെമ്പിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് അവരെന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് അവരെന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു പ്രതിസന്ധികൾ നേരിട്ട് എന്തെങ്കിലും ഒരു തെറ്റുകൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടൊക്കെ അവരിങ്ങനെ വല്ലാണ്ട് വിലപിക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ അവർ മാപ്പ് പറയുന്നുണ്ട്. അവർ മനസ്സിൽ ഒരുപാട് പ്രായശ്ചിത്തം പറയുന്നുണ്ട്, മനസ്സുകൊണ്ട് ഒരുപാട് മാപ്പ് അപേക്ഷിക്കുന്നുണ്ട്. നിങ്ങളോടുള്ള ആത്മാർത്ഥ സ്നേഹം അവരുടെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ അത്രയും സിൻസിയറായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയല്ലേ, പിന്നെ എങ്ങനെ ഹോണ്ട് ചെയ്യാതിരിക്കും? അവരുടെ മനസ്സിൽ നിങ്ങളിപ്പോഴും എല്ലാമാണ്, പക്ഷെ നിങ്ങളുടെ മനസ്സിൽ അവരിപ്പോൾ ചിലപ്പോൾ ഒരു പൊടി കുറഞ്ഞിട്ടുണ്ടാകും, പക്ഷെ ഇപ്പോഴും അവരുടെ മനസ്സിൽ നിങ്ങൾ അവരുടെ എല്ലാം ആണ്. ചിലപ്പോൾ അവർ ഇത്രയും കാലം നിങ്ങളോടത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല. അവരുടെ ഉള്ളിലെ സ്നേഹം എന്താണെന്നൊന്നും അവർ എക്സ്പ്രസ് ചെയ്ത് കാണും, വിസിബിളായിട്ട് നിങ്ങൾക്കത് അനുഭവിച്ചറിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇനി അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള സമയമായി എന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾ
അവരുടെ സ്നേഹം ശരിക്കും എക്സ്പ്രസീവായിട്ടുള്ള അവരുടെ സ്നേഹം അനുഭവിക്കാനുള്ള ഒരു സിറ്റുവേഷനാണ് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. അവരുള്ളിൽ ഇത്രയും കാലം എടുത്തു വെച്ചിട്ടുള്ള അവരുടെ സ്നേഹമൊക്കെ പുറത്തേക്ക് ചാടി മറയാൻ പോകുന്നു എന്നാണ് കാണുന്നത്. അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം, അവരുടെ സത്യസന്ധമായിട്ടുള്ള അവരുടെ സ്നേഹം, അവരുടെ സിൻസിയറായിട്ടുള്ള അവരുടെ സ്നേഹം പുറത്തേക്ക് ഓവർഫ്ലോ ചെയ്യാൻ പോവുകയാണ്. അതിനുള്ള സമയമായി. ഒരു തരി പോലും അവരുടെ മൈൻഡിൽ കളങ്കമില്ല, ഒരു തരി പോലും അവരുടെ മനസ്സിൽ കുറ്റബോധം ഇല്ലാന്നേ, കുറ്റബോധം അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു തരി പോലും അവരുടെ മനസ്സിലിപ്പോൾ ഒരു വിഷമയ ഇല്ല, കളങ്കമില്ല. നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. നിങ്ങളൊരു ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ ഇരിക്കുകയാണ്, നോ കോണ്ടാക്ട് സിറ്റുവേഷനിലിരിക്കുകയാണ്, ഒരു ബ്ലോക്കിംഗ് സിറ്റുവേഷനിലിരിക്കുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് അവർ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാനുള്ള ഒരു തീരുമാനം അവരെടുക്കുകയാണ്. കാരണം നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല. അവരുടെ ജീവിതം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ ഒരു പ്രസൻസ്, നിങ്ങളുടെ ഒരു സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ കൂടിയേ തീരൂ. ഇല്ലെങ്കിൽ അവർക്ക് മുന്നോട്ടൊരടി പോലും വെക്കാൻ പറ്റില്ല എന്ന് അവർ തന്നെ മനസ്സിലാക്കിയിരിക്കുകയാണ്. നിങ്ങൾ തമ്മിൽ ഒരുപാട് വഴക്കുകൾ നടന്നിട്ടുണ്ടാവും, ഒരുപാട് സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഇതിനെല്ലാം അവരിപ്പോൾ മാപ്പ് പറയുന്നുണ്ട് മനസ്സുകൊണ്ട്. അവരതിനെല്ലാം റിഗ്രേറ്റ് ചെയ്യുക. ഞാൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്, ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, എനിക്കൊരിക്കലും ഇനി അതുപോലെ ആവാൻ സാധിക്കില്ല. എൻ്റെ വ്യക്തിയെ എനിക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അവരില്ലാതെ ഒരു ലൈഫ്, അല്ലെങ്കിൽ അവളില്ലാതെ ഒരു ലൈഫ് എനിക്കിനി ഇല്ല, അവനാണ് എൻ്റെ ജീവിതം. അങ്ങനെയൊക്കെ അവർ തീരുമാനിച്ച് അവർ സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുക്കുകയാണ്. നിങ്ങളില്ലാതെ ഒരു ലൈഫിന് മുന്നോട്ടില്ല. ഒന്നാവുകയാണെങ്കിൽ നിങ്ങൾ ഒന്നിച്ച്, മരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നിച്ച്, അങ്ങനെയുള്ള ഒരു ഡിസിഷൻ വരെ അവരെടുത്തു കഴിഞ്ഞു. നിങ്ങൾ തമ്മിൽ വഴക്കുകൾ നടന്നിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ സംസാരങ്ങൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ പേരിലായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഒരു ഗ്യാപ്പിംഗ് സിറ്റുവേഷൻ ആയിട്ടുണ്ടാവും. അതിൻ്റെ പേരിൽ നിങ്ങളിപ്പോൾ ജീവിതത്തെ ഒരൊറ്റപ്പെട്ട രീതിയിൽ നോക്കി കണ്ട് ഒരൊറ്റപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൊക്കെ ആയിരിക്കും, ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരവസ്ഥയിൽ. ഇനി എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല, എൻ്റെ വ്യക്തി ഇല്ലാതെ, എൻ്റെ സഖി, എൻ്റെ പ്രാണനില്ലാതെ എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല, ഒരു ബ്രീത്ത് പോലും എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലാണ് അവരിയ്ക്കുന്നത്. ഓക്കെ, അവരുടെ വർക്കിൽ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. കണ്ടോ, ട്രാൻസ്ഫോർമേഷൻ. അതിന് മുന്നായിട്ട് അവർക്ക് ആ ഒരു നിങ്ങളുടെ മെമ്മറീസ് അവരെ ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്യും. കഴിഞ്ഞു പോയ കാര്യങ്ങൾ ആലോചിച്ച് അവർക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കാനുള്ള സമയം കിട്ടുന്നില്ല. നിങ്ങളുടെ ഓരോ ഹാർട്ട് ടച്ചിങ് മൊമെൻറ്റ്സ്, മെമ്മറീസ്, നിങ്ങൾ അടുത്തിരിക്കുന്ന, നിങ്ങൾ കൈയും വെക്കുന്നത്, നിങ്ങളുടെ ഹഗ്ഗിങ്സ്, ഇതെല്ലാം അവർ ഭയങ്കരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാവാൻ പോവാണ് നിങ്ങൾ ഇത്രയും കാലം. കാരണം നിങ്ങൾ അങ്ങനെ പറഞ്ഞൊരു ഫൂളായിട്ട് പിരിക്കുകയാണ്. ഇതൊക്കെ സംഭവിച്ചു, എന്നിട്ടിപ്പോൾ ഒരു ഫൂൾ എനർജിയിലിരിക്കുകയാണ്. എന്താ ചെയ്യേനിപ്പോൾ, എല്ലാം പറ്റിപ്പോയി എന്നും പറഞ്ഞാൽ ആ വ്യക്തി ഒരു ഫൂൾ എനർജിയിൽ ഇപ്പോൾ ഇരിക്കുകയാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങളിലേക്ക് ഇനി തിരിഞ്ഞു നോക്കിയിട്ട് എന്ത് കാര്യം എന്ന് പറഞ്ഞ് ഇനി ഞാൻ നല്ല രീതിയിൽ ജീവിക്കാൻ പോവാണ് എന്നൊക്കെ അവർ തീരുമാനം എടുക്കുകയാണ്. ട്രാൻസ്ഫോർമേഷൻ തീർച്ചയായിട്ടും സംഭവിക്കുന്നുണ്ട്. ചില കാര്യങ്ങളിൽ അവർ തീരുമാനമെടുത്ത് അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള എനർജി. കാരണം എന്താ, യു ആർ എ ബെറ്റർ പാർട്ട്ണർഷിപ്പ്. നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ബെറ്റർ ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പാണ്. നിങ്ങൾ പരസ്പരം പല കാര്യങ്ങളും മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾ വന്നേക്കാണ്. രണ്ടുപേരും ഒന്നിച്ചില്ലാത്ത അവസ്ഥയിൽ നിങ്ങൾക്ക് ഒരു അടി പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾ പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളോടുള്ള സ്നേഹം അവർ കണപൊട്ടി ഒഴുകിയിരിക്കും. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അടിച്ചു തിന്നും. അമ്മാരിയുള്ള സ്നേഹത്തിൽ അവരിപ്പോൾ വരുന്നത്. കാരണം നിങ്ങളെ ഒന്ന് കാണണം, ഒന്ന് സംസാരിക്കണം, ഒന്ന് അടുത്തിരിക്കണം, നിങ്ങളുമായിട്ട് സമയം ചിലവഴിക്കണം എന്നൊക്കെ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം ഇപ്പം എല്ലാവർക്കും ഒരു ലെസണാണ്. നിങ്ങൾക്ക് തന്നെ ഒരു വലിയ ലെസണാണ്. ഇനി ഇങ്ങനെ ഒരു ഗ്യാപ്പ് വന്ന് എനിക്ക് സഹിക്കാൻ പറ്റില്ല, നിങ്ങൾ തന്നെ മനസ്സിലാക്കി പരസ്പരം. അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ ഇനി ഒരു തല്ലൂട്ട ഉണ്ടാവാനായിട്ട് നിങ്ങൾ ശ്രമിക്കില്ല. മനസ്സിലായോ? അങ്ങനെ ഇങ്ങനെയൊന്നും അറുത്ത് മുറിക്കാൻ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പറ്റില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എത്ര എളുപ്പമൊന്നുമല്ല. ഇപ്പം പുറത്ത് കട്ട് ചെയ്ത് കളഞ്ഞാലും ഉള്ളിൽ മാനസികമായിട്ട് അത് കട്ട് ചെയ്ത് കളയാൻ അത്ര എളുപ്പമല്ല. ബ്രേക്കപ്പ് എന്ന് അല്ലെങ്കിൽ പാക്കപ്പ് എന്ന് സിനിമയിൽ പറയുന്ന പോലെ ബ്രേക്കപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ അന്നും ആർക്കും നിങ്ങളെ പിരിക്കാനും പറ്റില്ല എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കി. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളാട്ടോ നിങ്ങളുടെ പ്രണയം നിങ്ങളിൽ തന്നെ തിരിച്ചു വരാൻ പോവാണ്. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങൾക്ക് തിരിച്ചു വരാൻ പോവാണ്. നിങ്ങളുടെ സ്വപ്നം
നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്നം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ പ്രാണൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. അത് നിങ്ങൾ ആഘോഷിക്കുകയാണ്, നല്ല രീതിയിൽ നിങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഞാൻ ഇവിടെ ഇരുന്ന് കാണുന്നുണ്ട്. എന്തൊക്കെയാണ് നിങ്ങളിനി ഭാവിയിൽ കാട്ടിക്കൂട്ടാൻ പോകുന്നത് എന്നുള്ളത്. ആൻഡ് ഏഞ്ചൽസ് മെസ്സേജ്, ഗെറ്റ് മോർ ഇൻഫോർമേഷൻ. എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ആരോടെങ്കിലോടും ഗെറ്റ് മോർ ഇൻഫോർമേഷൻ. വഴക്കിട്ട് പോയ ആ വ്യക്തി ഇനി എനിക്ക് വേണ്ടാന്ന് തീരുമാനിച്ചിരിക്കാതെ റീകൺസിഡർ ചെയ്യാൻ ശ്രമിക്കുക. വലിയ വലിയ മാറ്റങ്ങൾ, വലിയ വലിയ ട്രാൻസ്ഫോർമേഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ്. റീകൺസിഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇപ്പോൾ ആയിരിക്കുന്ന സിറ്റുവേഷൻ ഇംപ്രൂവ് ആയിട്ട് പുതിയൊരു സമയത്തിലേക്ക് നിങ്ങളെ മാറ്റി മറയ്ക്കാൻ പോവുകയാണ് കാണുന്നത്. ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫ് നിങ്ങൾക്ക് കൊണ്ടുതരാൻ പോവുകയാണ്. വളരെ ഹാപ്പി ആയിട്ടുള്ള മാറ്റമാണ് കേട്ടോ. കെയർ വെച്ചിട്ടുള്ള വ്യക്തിയായിരിക്കാം, നിങ്ങളുടെ ലവർ ആയിരിക്കാം, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം കേട്ടോ. എല്ല് വെച്ചിട്ടുള്ള വ്യക്തിയായിരിക്കാം, ഹോം ഫീലിങ്സ് ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും. കാരണം അവരുടെ ഉള്ളിൽ എന്താണെന്ന് നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. കാരണം അത്രയ്ക്ക് സ്നേഹം നിറച്ചിട്ടാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നു എന്ന് കമൻറ്റ് ചെയ്യുക, അത് ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ചെയ്യുക, പ്രയറിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആൻഡ് നമ്മുടെ 3 ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഒന്ന് സബ് ചെയ്ത് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഹാവ് എ നൈസ് ഡേ. ബൈ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ.